السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا ونبينا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മളെല്ലാവരും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു പൊന്നുമോന് 18 കോടി രൂപ ആവശ്യമായി വന്നു. അൽഹംദുലില്ലാഹ്, എല്ലാവരും ചേർന്ന് വലിയ പരിശ്രമങ്ങൾ ചെയ്ത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആ പൊന്നുമോന് ആവശ്യമായ 18 കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വലിയ പരിശ്രമങ്ങൾ ചെയ്ത് 18 കോടി രൂപ സമാഹരിച്ചു. ഈ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് എത്തി. മാഷാ അല്ലാഹ്, കൊടുത്തവരും കൊടുക്കാത്തവരും ദുആ ചെയ്തവരും അതിലേക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചവരും എല്ലാവർക്കും അല്ലാഹു അതിൻ്റെതായ തക്കതായ പ്രതിഫലം തരും. കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് ദുആ ചെയ്യുക. പടച്ചവനെ, ആവശ്യമായ ഫണ്ട് ആ കുഞ്ഞിന് കിട്ടി, പക്ഷെ അതിൻ്റെ രോഗശമനം കൊടുക്കേണ്ടവൻ നീയാണ് തമ്പുരാനെ. ഫാക്ടറി ഉണ്ടാക്കിയവൻ നീയാണ് അല്ലാഹുവേ. അതിനെ കൺട്രോൾ ചെയ്യുന്നത് നീയാണ് പടച്ചവനെ. അതിൻ്റെ തീരുമാനങ്ങൾ നിൻ്റെ കയ്യിലാണ് പടച്ചവനെ. അതുകൊണ്ട് ആ പൊന്നുമോന് പരിപൂർണമായ ശിഫ കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. ഈ ദുആഇനെ നമ്മളെല്ലാവരും ചെയ്യുക. കൂട്ടത്തിൽ നമ്മുടെ പൊന്നു മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പം അൽഹംദുലില്ലാഹ് എന്നറിയാതെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വരട്ടെ. എന്തിനാണ്? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തന്ന പൊന്നു മക്കൾ, അവരിന്ന് സന്തോഷത്തിലാണ് പടച്ചവനെ. അവർക്ക് നല്ല സൗന്ദര്യമുണ്ട് പടച്ചവനെ. അവർ നല്ല ആരോഗ്യത്തിലാണ് പടച്ചവനെ. അവർ നല്ല രീതിയിൽ അവർ ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു, നല്ല റാഹത്തിലാണ്. ഇത് നീ തന്ന ഔദാര്യമാണല്ലോ പടച്ചവനെ. ഇതിനെ നീ ഞങ്ങൾക്ക് നിലനിർത്തിത്താ അല്ലാഹുവേ. ഇരു ലോകത്തിലേക്ക് ഞങ്ങൾക്ക് പ്രയോജനമുള്ള മക്കളാക്കിത്താ പടച്ചവനെ. ഇതാണ് ശുക്ർ, ഇതാണ് ശുക്ർ, ഇതാണ് ശുക്ർ. നമ്മളുടെ ആരുടെയും കഴിവിൻ്റെ പേരിലല്ല നമ്മുടെ മക്കൾ നമുക്ക് സന്തോഷങ്ങൾ തരുന്ന മക്കളായി മാറിയത്, ആഫിയത്തുള്ള മക്കളായി മാറിയത്, ആരോഗ്യമുള്ള മക്കളായി മാറിയത്. ഫാക്ടറി ഉണ്ടാക്കി നിർമ്മിച്ചു തന്ന അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. ആ തീരുമാനത്തിൽ നമ്മളെല്ലാവരും നന്ദിയുള്ളവരാകുക. ഹദൈനാഹു സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറാ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഊണിലും നമ്മുടെ ഉറക്കത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ നമ്മൾ മറക്കാതിരിക്കും. അള്ളാഹു തന്ന നിഅമത്തിനെ നമ്മൾ മറക്കാതിരിക്കും. അള്ളാഹുവിന് നന്ദിയുള്ളവരാകാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കും. പരസ്പരം നമ്മളെല്ലാവരും ദുആ വസിയ്യത്തുകൾ ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ദുആകൾ ചെയ്യും. കാരണം ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അത്രമാത്രം പരിതാപകരമാണ്, വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരും ഓരോരോ കാര്യങ്ങളുടെ വേദനയിലും വിഷമത്തിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരുണ്യവാനായ അള്ളാഹു നല്ലതിനെ ചിന്തിക്കാൻ, നല്ലതിനെ മനസ്സിലാക്കാൻ, നല്ല പ്രവർത്തനങ്ങളിലേക്ക് മുന്നേറുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.